ഈശോയോടുകൂടെ ബന്ധപ്പെടേണ്ട ഒരു പശ്ചാത്തലത്തിൽ ഈ കുഞ്ഞ് അത്രത്തോളം ഡെപ്തുള്ളതാണ് നെയ്മിംഗ് എന്ന് പറയുന്നത്. ഏറെ കാലം വരെ എനിക്കറിയില്ലായിരുന്നു എന്റെ പേരെന്തുകൊണ്ടാണ് ബിജി എന്നിട്ടത് BIJ ആയി. അപ്പോൾ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, എന്താണ് എന്റെ പേര് ബിജി, എന്താണ് ഈ ബിജി എന്ന വാക്കിന്റെ അർത്ഥം? അപ്പോൾ അമ്മ പറഞ്ഞു, BI പ്രൊണൗൺസ് ചെയ്തത് ബി എന്നും ജെ ആയി പ്രൊണൗൺസ് ചെയ്തത് ജി എന്നുമാണ്. ബി അർത്ഥമാകുന്നത് അമ്മയുടെ അപ്പൻ വർഗീസിന്റെ ബിയും ജി അർത്ഥമാകുന്നത് അപ്പന്റെ അപ്പൻ ജോർജിന്റെ ജിയുമാണ്. നമ്മുടെ ജീവിതത്തിൽ when we give name to someone, that implies authority and belonging. ഒരു രാജ്യത്തിന്റെ സിറ്റിസൺ പൗരന്മാർ ആരായിരിക്കണം? ആ രാജ്യത്തിൽ ഉള്ള ആ നാമകരണത്തിന്റെ ആ ലിസ്റ്റിൽ പേരുള്ളവരൊക്കെ ആ രാജ്യത്തിന്റെ സിറ്റിസൺസ് ആണ്, അല്ലാത്തവർ ഫോറിനേഴ്സ് ആണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ചിലരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒന്നാണ് ഈ നാമകരണവും നാമചേർക്കലും ഒക്കെ. ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയാൻ സമയമുണ്ട്. ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പേഷ്യന്റ് എന്നുള്ള ഒരു പേര് ലഭിക്കുമ്പോൾ തന്നെ that person is reduced to diagnosis, medicines and checkups, surgeries, procedures. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെയ്മിംഗ് എന്ന് പറയുന്നത് വെറുതെ ലാഘവത്തോടെ എടുക്കാവുന്ന ഒന്നല്ല. നെയ്മിംഗ് ക്രിയേറ്റ്സ് എ വേൾഡ് അറൗണ്ട് ദ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അനേക സംഗതികളുമായി ഇണങ്ങിക്കിടക്കുന്ന ഇടചേർന്ന് കിടക്കുന്ന ഒന്നാണ് നെയ്മിംഗ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ അവിഭാജ്യ ഘടകമാണ് ഈ നെയ്മിംഗ്. നമുക്കറിയാവുന്ന പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ ഒരു പൈതലിന് പേര് നൽകുമ്പോൾ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ സംസ്കാരത്തിന്റെ ആ ശരീരത്തിന്റെ ഭാഗമാണ് ഒരു വ്യക്തി എന്ന് നമ്മൾ റിഫോം ചെയ്യുകയാണ്, യാതൊരു സംശയവുമില്ല. സോ into one body of Christ, ഒരൊറ്റ ശരീരം, ക്രിസ്തുവിന്റെ ആ ഒരൊറ്റ ശരീരത്തിന്റെ ഭാഗമാണ് ആ വ്യക്തി എന്ന് റിഫോം ചെയ്യുന്ന നിമിഷമാണ് ഓരോ സ്നാനവും ഓരോ ബപ്തിസ്മയും. എന്നാൽ ഇത് നമ്മൾ നേരിടുന്ന ഒരു വലിയ ക്രൈസിസ് ഉണ്ട്. Although we are named during your baptism, we are renamed in several ways after our baptism. നമ്മുടെ മാമോദിസയ്ക്ക് ശേഷം, നമ്മുടെ ബപ്തിസ്മയ്ക്കും സ്നാനത്തിന് ശേഷം ഈ ലോകം നമ്മളെ പല രീതിയിൽ റീനെയിം ചെയ്യുവാൻ, പുനർനാമകരണം ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സാമ്രാജ്യങ്ങൾ, സമ്പദ്ഘടനകൾ, മതം, ഇതെല്ലാം നമ്മളെ നിരന്തരം ചിലതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുനർനാമകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂസ്ഫുൾനെസ്, നമ്മുടെ പ്രയോജനമുള്ളവനാണോ പ്രയോജനമുള്ളവനാണോ അല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എംപയർ, സാമ്രാജ്യങ്ങൾ നമ്മളെ പുനർനാമകരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമ്പദ്ഘടന, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ പുനർനാമകരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. മതങ്ങൾ നമ്മുടെ കൺഫോമിറ്റി, ഈ മതവുമായി ആ മതത്തിന്റെ പഠിപ്പിക്കലുമായി എത്രത്തോളം ഇണചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, കൺഫോമിറ്റിയുടെ അടിസ്ഥാനത്തിൽ അകത്ത് പുറത്ത് എന്നെല്ലാം നാമകരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് കാര്യങ്ങൾ ജീവിക്കുന്നത്. സഭകളും ഈ ഒരു പ്രക്രിയയിൽ അപകടകരമാവുന്നത് വിട്ടുപോയോ എന്നത് ഒരു സംശയമാണ്, എന്റെ ഭയമാണ്. സക്സസിന്റെയും ഫെയിലിയറിന്റെയും വിജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ നാമകരണം ചെയ്യുന്ന, കാറ്റഗറൈസ് ചെയ്യുന്ന ഇടങ്ങളായ സഭകൾ മാറുന്നു. ജാതിയുടെ, ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ, സമൂഹങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്ന, നെയിം ചെയ്യുന്ന, ലേബൽ ചെയ്യുന്ന ഇടങ്ങളായി സഭകൾ മാറുന്നുണ്ടോ? ഡിനോമിനേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, ഡിനോമിനേഷണൽ പ്രൈഡിന്റെ അടിസ്ഥാനത്തിൽ
നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്ന ലേബൽ ചെയ്ത ഇനങ്ങളായ സഭകൾ മാറുന്നുണ്ടോ? The danger is we have stopped seeing ourselves as baptized bodies but as categories. ഇന്നത്തെ അപകടം എന്ന് പറയുന്നത് നമ്മളെ ഇന്ന് കാണുന്നത് ബപ്തിസ്മം കഴിഞ്ഞ ഒരു ശരീരത്തിന്റെ ആ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായിട്ട് അല്ല, പ്രത്യുത പലപ്പോഴും വിഭാഗങ്ങളായി, സമുദായങ്ങളായി, വ്യക്തികളായി ഒക്കെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചിന്താവിഷയം ഏറെ പ്രസക്തമാകുന്നത്. One faith, one baptism. ഇതിനാധാരമായിട്ടുള്ള വേദഭാഗങ്ങൾ വായിച്ചു കൊടുക്കും. അതിൽ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെ ആധാരമാക്കി 3 ചിന്തകൾ അതിവേഗം പങ്കുവയ്ക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലർ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ മലകൾക്ക്, പർവ്വതങ്ങൾക്ക് വളരെയധികം സാമർത്ഥ്യമുണ്ട്. യേശു നേരിട്ട പരീക്ഷകളിൽ ഒന്നിൽ സാത്താൻ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് വണങ്ങിയാൽ ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാം. Devil represents the Roman Empire. റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു രീതിയാണ് ഇതെല്ലാം എന്റെ വകയാണെന്ന് അവകാശപ്പെടുകയും റോമൻ സാമ്രാജ്യത്തെ ചക്രവർത്തിയെ വണങ്ങുന്നവർക്ക് മാത്രമേ ആ രാജ്യത്തിന്റെ പൗരന്മാരായി, സിറ്റിസൺസായി നിൽക്കുവാൻ അവകാശമുള്ളൂ എന്നുള്ള ഒരു ചിന്ത. വാസ്തവത്തിൽ വിശദമായി പറയാൻ സമയമില്ല, എങ്കിലും വാസ്തവത്തിൽ ജീസസ് ഈസ് റിജക്റ്റിംഗ് ദാറ്റ് ഇംപീരിയൽ കൾച്ചർ. ആ സാമ്രാജ്യത്തിന്റെ, റോമൻ സാമ്രാജ്യത്തിന്റെ ആ ഒരു സംസ്കാരത്തെ നിഷേധിക്കുകയാണ് യേശു. ആ പരീക്ഷണത്തിന് വിധേയപ്പെടാതിരിക്കുമ്പോൾ അതിന് വേദിയായി തീരുന്നത് ഒരു മലയാണ് എന്ന് മനസ്സിലാക്കണം. യേശുവിന്റെ പർവ്വത പുസ്തകം മറ്റൊരു ഉദാഹരണമാണ്. യേശുവിന്റെ പർവ്വത പുസ്തകത്തിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും ഒക്കെയാണ്. അതും റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിന് വിപരീതമാണ്. റോമൻ സാമ്രാജ്യം നിലനിന്നത് ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പീഡനത്തിന്റെയും ഒക്കെ ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ യേശുവിന്റെ പർവ്വത പ്രസംഗം is a counter culture, ഒരു ബദൽ സംസ്കാരമാണ് മുന്നോട്ട് വെക്കുന്നത്. മലരുവമല മറ്റൊരു ഉദാഹരണമാണ്. മലരുവമലയിൽ ഗ്ലോറി ബിയോണ്ട് കൺട്രോളിനെയാണ് കാണുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പദവികളും മഹത്വങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ നമ്മൾ അതിന് കീഴ്പ്പെടുമ്പോൾ അതാണ് റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരം. എന്നാൽ യേശു ആ മഹത്വത്തിന് കീഴ്പ്പെടാതെ ആ മഹത്വത്തെ അതിജീവിച്ചുകൊണ്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന യേശു. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മൗണ്ടൻ എന്ന് പറയുന്നത് is a political category. പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ എല്ലാ സംസ്കാരങ്ങളെയും നിഷേധിക്കുന്ന ഇടങ്ങളായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ പർവ്വതങ്ങൾ മാറുകയാണ്. ഇവിടെ ഒരു മലയിലേക്ക് യേശു, ഉയർത്തെഴുന്നേറ്റ യേശു 11 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ചിലർ ആരാധിക്കുന്നു, ചിലർ സംശയിക്കുന്നു. The church is a mixed community. ചിലപ്പോൾ നമ്മൾ ആരാധിച്ചേക്കാം, ചിലപ്പോൾ സംശയിച്ചേക്കാം. But all of us have got a space. ആ കഥാവിന്റെ സന്നിധി നമുക്കെല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്, ഷെയർഡ് പ്രസൻസ്. അവരോടാണ് ഇവിടെ യേശു പറയാൻ ആഗ്രഹിക്കുന്നത്. All authority in heaven and on earth. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഈ അധികാരമൊക്കെ കൈസറിന് അവകാശപ്പെട്ടതാണെന്ന്. കൈസർ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാകാം, കൈസർ നിങ്ങളെ വിരട്ടുന്നുണ്ടാകാം. ഈ അധികാരമെല്ലാം അവന്റേതാണ്. അവന്റെ അധികാരം ഉപയോഗിച്ച് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെയും ഒക്കെ അവൻ പീഡിപ്പിക്കുന്നുണ്ടാകാം. നിങ്ങൾ തകർന്നവരാകാം. കൈസർ ചൂഷണം ചെയ്യുന്നുണ്ടാകാം. റോമൻ സാമ്രാജ്യത്തിന്റെ പാക്സ് റൊമാന അധികാരം ഉപയോഗിച്ച്
ഇന്ന് നാളെയുമായൊക്കെ നമ്മൾ ഓർക്കുന്നത് സ്റ്റേറ്റ്സിന്റെയും ഫിലിപ്പിന്റെയും തിമോത്തിയുടെയും ഒക്കെ ആ രക്തസാക്ഷിത്വത്തെയാണ്. അവരുടെ മേൽ നമ്മൾ കാണുന്ന വയലൻസ് എന്ന് പറയുന്നത് was not random, was not personal, it was theological and ideological and political. എന്തായിരുന്നു ഗ്രഹാം സ്റ്റേറ്റ്സ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത്? വാസ്തവത്തിൽ refused imperial and nationalist naming. ഈ സാമ്രാജ്യം ഇന്ത്യയിലെ ഫാസിസ്റ്റ് സംസ്കാരം പലപ്പോഴും മുന്നോട്ട് വെച്ച ആ ഒരു അടിച്ചമർത്തലിന്റെ ഒഴിവാക്കലിന്റെ എക്സ്ക്ലൂഷന്റെ സംസ്കാരത്തെ ജീവിതം കൊണ്ട് ചോദ്യം ചെയ്തതാണ് ഈ മിഷണറി കുടുംബം. അതായിരുന്നു യുവജന തെറ്റായി അന്നത്തെ ഭരണകൂടം കണ്ടത്, അന്നത്തെ ആ സമൂഹം പലപ്പോഴും കണ്ടത്. ലെപ്രസി ബാധിതരായിട്ടുള്ളവർ, those who were pushed out of dignity, untouchable എന്ന് വിശേഷിക്കപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചതായിരുന്നു ഗ്രഹാം സ്റ്റേറ്റ്സ് ഉൾപ്പെടുന്ന മിഷണറി കുടുംബത്തിന്റെ സമൂഹത്തിന്റെ അവരുടെ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. ബേർഡനായി കണ്ടവരെ ബിലവഡ് എന്ന് വിളിച്ചതായിരുന്നു അവർക്കെതിരെ കണ്ട കുറ്റം എന്ന് പറയുന്നത്. അത് സഹിക്കുവാൻ സാധിക്കാതെ പോയ ഇടങ്ങളിൽ സഭ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്കുള്ള അധികാരം, ഞങ്ങൾ ബാപ്റ്റിസം ഏറ്റെടുത്തത്, കുരിശിൽ വരയ്ക്കപ്പെട്ടത്, വേദനിക്കപ്പെട്ടത് സ്നേഹിക്കുവാനുള്ള അധികാരമായിട്ടാണ്. അതുകൊണ്ടാണ് കന്യാസ്ത്രീകളും വൈദികരും മിഷണറിമാരും ഒക്കെ ഇന്നത്തെ ഇന്ത്യൻ റോമൻ സാമ്രാജ്യത്തിൽ ആകുമ്പോൾ നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് സഭകൾ ഒരുമിച്ച് പറയുകയാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഞങ്ങൾ ചേർക്കപ്പെട്ടത്, ബാപ്റ്റൈസ് ചെയ്യപ്പെട്ടത് സ്നേഹത്തിന്റെ അധികാരത്തിന്റെ ചാലകശക്തികളായി ജീവിക്കുവാനാണ്. 2 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ശിഷ്യരാകുവാൻ പറയുകയാണ്. ശിഷ്യരാകുക, സ്നാനപ്പെടുത്തുക and teach. ഇവിടെ യേശു മുന്നോട്ട് വെക്കുന്ന ആശയം കമ്പീറ്റിംഗ് ബാപ്റ്റിസത്തെ കുറിച്ചല്ല, മൾട്ടിപ്ലിസിറ്റി ഓഫ് ബാപ്റ്റിസത്തെ കുറിച്ചല്ല. ബാപ്റ്റിസം ഈസ് സിംഗുലർ. ബാപ്റ്റിസത്തെ കുറിച്ച്, സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ബാപ്റ്റിസത്തെ കുറിച്ചാണ്. കാരണം the body of Christ is not divided, body of Christ is one. യേശുവിന്റെ ശരീരം ഒന്നാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ, സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ, ബാപ്റ്റിസം has turned out to creating borders എന്ന അതിരുകൾ നിർണ്ണയിക്കുന്ന ഒന്നായി ബാപ്റ്റിസം മാറുകയാണ്. Denominations are identities. സഭയാകുന്നത് സമുദായങ്ങളായി മാറുന്ന അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. Unity has become conditional. വേണമെങ്കിൽ ഐക്യമാകാം, അത് ആരോട് വേണമെന്നുള്ളത് ചില പാരാമീറ്റേഴ്സ് മാത്രമാണ് നിർണ്ണയിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴും നമ്മൾ എവിടെയൊക്കെ ഡിനോമിനേഷണൽ പ്രൈഡ്, CSI-കാരൻ, മർത്തോമാക്കാരൻ, പെന്തക്കോസ്തുകാരൻ, കത്തോലിക്കൻ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന ചില വേർതിരിവുകളിലേക്ക് പലപ്പോഴും മാറാറില്ലേ? Baptismal fonts divide families. നമ്മുടെ കുടുംബങ്ങളിൽ പോലും പല സഭകളുള്ളപ്പോൾ അതിന്റെ പേരിൽ ആർഗ്യുമെന്റ്സ് നടക്കുന്നത് കാണുന്നില്ലേ? എന്നാൽ ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ വാക്യങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായി ഈ സുവിശേഷത്തിന്റെ അവസാന വാക്യങ്ങൾ മാറുകയാണ്. ഇവിടെ പറയുന്നത് എൻഫോഴ്സിംഗ് സെയിംനെസ് അല്ല, മറിച്ച് ലേണിംഗ് ടു ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുവാൻ പഠിപ്പിക്കുന്നതാണ്. അതെങ്ങനെ സാധിക്കും? ക്ഷമിക്കുന്നതിലൂടെ, ശത്രുവിനെ പോലും സ്നേഹിക്കുന്നതിലൂടെ, റിറ്റാലിയേഷന് മുതിരാതെ ഇരിക്കുന്നതിലൂടെ. മറിച്ച് അത് സാധിക്കുന്നത് യൂണിറ്റി റീഫ്രെയിം ചെയ്യുന്നതിലൂടെ മാത്രമാണ്. ബാപ്റ്റിസം നമുക്ക് നൽകുന്നത് ഒരു പ്രിവിലേജ് മാത്രമല്ല, അക്കൗണ്ടബിലിറ്റി കൂടെയാണ്. ഞാൻ എന്റെ സഹോദരന്, ഞാൻ എന്റെ സഹോദരിക്ക്, എന്നെ പോലെ ബാപ്റ്റൈസ് ചെയ്യപ്പെട്ട ഈ സഹോദരന്, ഈ സഹോദരിക്ക്, ഈ ശരീരത്തിന് ഞാൻ അക്കൗണ്ടബിൾ ആണ്. ഫീലിംഗ് വൺ അനദേഴ്സ് പെയിൻ എന്ന് പറയുന്നത് ഈ ബാപ്റ്റിസം നമുക്ക് നൽകുന്ന വലിയൊരു ചിന്തയാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ one faith, one baptism എന്നുള്ള ചിന്താവിഷയം ഏറെ പ്രസക്തമായി മാറുകയാണ്. And finally, 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. I am with you always. ഞാൻ പറഞ്ഞു, ബാപ്റ്റിസം എന്ന വാക്ക് ഇവിടെ സിംഗുലറാണ്, എന്നാൽ യു എന്ന വാക്ക് ഇവിടെ പ്ലൂറലാണ്. I am with you always. ഏതെങ്കിലും ഒരു വ്യക്തിയോട് പറയുകയില്ല, ഞാൻ നിങ്ങളോടൊപ്പം
നിങ്ങൾ എത്ര പേരാണെങ്കിലും you're all baptized into this body of Christ and I am with you always. ആ ഗ്രാമം പൂർണ്ണമാണ്, ബഹുവചനമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. യേശുവിന്റെ മാർഗ്ഗം എന്ന് പറയുന്നത് യൂണിറ്റി സസ്റ്റെയിൻഡ് ബൈ പ്രസൻസ് നോട്ട് സർവൈലൻസ്. യേശുവിന്റെ മാർഗ്ഗം ഐക്യത്തെ പരിപോഷിപ്പിക്കുന്നത് സാന്നിധ്യത്തിലൂടെയാണ്, സർവൈലൻസിലൂടെയല്ല. ഞാൻ വളരെ ബോധപൂർവമാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം അൽഗോരിതത്തിന്റെ കാലഘട്ടമാണ്. എന്താണ് അൽഗോരിതം എന്ന് നമ്മുടെ യങ് ജനറേഷന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു പക്ഷേ നമ്മൾ പലരും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുന്നവരാണ്. ഞാൻ എന്റെ ഫേസ്ബുക്ക് എടുത്താൽ ഫേസ്ബുക്കിൽ പലപ്പോഴും വരുന്ന വീഡിയോസ് പൂച്ചയുടെ വീഡിയോസ് ആണ്. കാരണം ഒരിക്കൽ പൂച്ചയുടെ വീഡിയോ കണ്ടാൽ മതി, ഫേസ്ബുക്കിനോട് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പൂച്ചയുടെ വീഡിയോസ്. അപ്പോൾ ഞാൻ എന്ത് കാണണം എന്ന് നിർണയിക്കുന്ന, ഞാൻ എന്ത് കാണണ്ട എന്ന് നിർണയിക്കുന്ന, എന്റെ ബോധതലത്തെ നിരന്തരം രൂപപ്പെടുത്തുന്ന, എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ് അൽഗോരിതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്റെ രാഷ്ട്രീയ നിലപാടുകളെ, എന്റെ വിശ്വാസ നിലപാടുകളെ സ്വാധീനിക്കുവാൻ അൽഗോരിതങ്ങൾക്ക് സാധിക്കും. അൽഗോരിതം പറയുകയാണ് I am with you always. ഈ 21ാം നൂറ്റാണ്ടിൽ അൽഗോരിതം പറയുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മേൽ സർവൈലൻസ്, നമ്മളെ പോലീസ് ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ പാറ്റേൺസ് നിർണ്ണയിക്കുവാനായി, നമ്മുടെ ഒരുമിച്ചിരിക്കുമ്പോഴും ഒരു കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുമ്പോഴും ശിഷ്യത്വം എന്നവർ ഡിസൈപ്പിൾഷിപ്പിനെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തവരാണ്. ഇന്ന് പ്രൊസസ്സിനേക്കാൾ പെർഫോമൻസ് ആണ് എന്ന് പ്രധാനപ്പെട്ടത്. അവിടെയാണ് യേശു പറയുന്നത് I am with you always, not by tracking you. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത്. I am always with you, not to analyze you. നിങ്ങൾ എന്ത് കാണണം എന്ന് കാണണ്ട എന്ന് അനലൈസ് ചെയ്ത് നിങ്ങളോട് പറയാൻ വേണ്ടിയല്ല ഞാൻ ഉള്ളത്. I am always with you. എന്തിനു വേണ്ടിയാണ്? ഒരു ആർട്ടിഫിഷ്യൽ ഇന്റിമസിക്ക് വേണ്ടിയല്ല, മറിച്ച് I am always with you. നിങ്ങൾ ആരാണെങ്കിലും ഏത് അനുഭവത്തിന്റെ മധ്യത്തിലാണെങ്കിലും ഈ ക്രിസ്തുവിന്റെ ശരീരമായ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ധൈര്യം പകരുവാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങളിൽ ഒരാളായി ഞാൻ അക്കംപനി പ്രസൻസായി നിങ്ങളൊപ്പമുണ്ട്. So faith is lived, not streamed. Faith is practiced, not optimized. Faith is embodied, not consumed. എന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മിക്കുന്നത്. കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭീസ്മ എന്ന് പറയുന്നത്, സ്നാനം എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനാക്കി, ഒരു റിച്വലാക്കി, ആചാരമാക്കി പരിമിതപ്പെടുത്തി അതിന്റെ പേരിൽ തല്ലുകൊള്ളുന്നവരും അടികൊള്ളുന്നവരുമല്ല നമ്മൾ. സ്നാനം നമ്മളെ ഓർമ്മിക്കേണ്ടത് ഒരു സംസ്കാരത്തെ കുറിച്ചും ഒരു രാഷ്ട്രീയത്തെ കുറിച്ചുമാണ്. ഈ സ്നാനത്തിന്റെ ഷേപ്പ് പല പള്ളികളിലും ഒന്നുകിൽ വട്ടത്തിലാണ് അല്ലെങ്കിൽ ഒക്ടഗണലാണ്. 8 സൈഡുണ്ട്. 8 സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1, 2, 3, 4, 5, 6, 7 days of creation and 8 side points to new creation. യേശു ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഞാനും we are a new creation. നമ്മളൊരു പുതു സൃഷ്ടിയാണ്. ഒരു നസ്രാണി സംസ്കാരത്തിന്റെ ഭാഗമായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ്. വ്യത്യസ്തൻ ഫോണ്ടർ വട്ടത്തിലാണെങ്കിലും വൃത്തത്തിലാണെങ്കിലും അത് അർത്ഥമാക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തെയാണ്. അവിടെ നിന്ന് ഒരു പുതുജനനമാണ് ന്യൂ ക്രിയേഷൻ. ഈ പുതുജനനം, ഈ ന്യൂ ക്രിയേഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്? അധികാരത്തിലുള്ളതാണ്. ഇത് സ്നേഹിക്കുവാൻ വേണ്ടി, കരുതുവാൻ വേണ്ടി, ഒരുമയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി, ആരെയും ഒഴിവാക്കാൻ വേണ്ടിയല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ വേണ്ടി, ഉൾച്ചേരലിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ അധികാരമാണ്. ഈ അധികാരത്തിലാണ് യേശു ക്രിസ്തുവിന്റെ ആ ഒരു ശബ്ദത്തിലേക്ക് നമ്മളൊക്കെ ബാപ്റ്റൈസ് ചെയ്യപ്പെട്ടതെങ്കിൽ ആ നെയിം ഈസ് സംതിങ് വെരി പൊളിറ്റിക്കൽ. ആ നാമകരണത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ്, ആ നാമകരണത്തിന്റെ സംസ്കാരം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ ഇന്ത്യയിൽ സഭയ്ക്ക് പ്രസക്തിയുള്ളൂ. അപ്രകാരം ജീവിക്കുവാൻ സാധിക്കുന്ന ക്രിസ്തു ശരീരമായി തുടരുന്ന ഒരു ലിവ് നസ്രാണിയായി, ലിവ് ഫെയ്ത്തിന്റെ, ലിവ് ബാപ്റ്റിസത്തിന്റെ തുടർച്ചയായി നമുക്ക് ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകാം. പലരും എന്നോട് ചോദിക്കുന്നു, എന്നായിരുന്നു ബാപ്റ്റിസം?
നമ്മൾ അദ്ദേഹം സർട്ടിഫിക്കറ്റ് മേടിച്ചു പോകും. എന്നാൽ ഇന്നത് റെലവന്റ് ക്വസ്റ്റ്യൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് when was I baptized. I was baptized അല്ല പ്രധാനപ്പെട്ടത്. I am baptized. I was baptized എന്നോരിക്കൽ ചെയ്തൊരു ബാപ്റ്റിസത്തിന്റെ കുറിച്ചല്ല. I am baptized നിരന്തരമായി ഈ നസ്രാണി സംസ്കാരത്തിന്റെ ഭാഗമായി സ്നേഹത്തിന്റെ കരുതലിന്റെ ആ ഒരു സംസ്കാരം ജീവിക്കുന്നവരായി തീരുമ്പോൾ ഈ ലോകം എത്ര മനോഹരമായി. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവ്